ഹലോ മാന്യരെ, നിക്ഷേപകരും വ്യാപാരികളും. പ്രോജക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ്. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. പഠിക്കുന്ന സ്ഥാപനത്തിന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം. ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ്, ടിക്കർ DRVN. 2025 ഏപ്രിൽ 22 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള അവലോകനം. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് സംഘടന ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് ഉപവിഭാഗത്തിൽ പെടുന്നു. 6 പാർട്സ്, 38 ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഫലം 10 പോയിന്റിൽ -7.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 2.4 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ US സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. -7.5 പോയിന്റിന്റെ സ്കോറിനെതിരെ ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് ഇൻക് ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് 8.2% മാറ്റം കാണിച്ചു. 6.5% ഉപവിഭാഗത്തിനായുള്ള വില മാറ്റങ്ങൾക്കെതിരെ. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് $2.59 ബില്യൺ ആണ്. $270 ബില്യൺ ഉപവിഭാഗം മൂലധനം. ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് ഇൻക് 0.959% ഓഹരിയുണ്ട്. ഇത് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.61 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $68 ബില്യൺ ആണ്. ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് ഇൻക് 0.891% വിഹിതം ഉൾക്കൊള്ളുന്നു. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തിയ ശേഷം ഞങ്ങൾ ഇനിപ്പറയുന്നവ കാണുന്നു. പങ്കിടുക. ഡ്രൈവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് ഒരു ഉപവിഭാഗത്തിൽ മാർക്കറ്റ് മൂല്യം വിലയിരുത്തുമ്പോൾ 0.959%. ബാലൻസ് ഷീറ്റ് മൂലധനം 0.891%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ 7% കുറവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും പുസ്തക മൂല്യവും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്ത കമ്പനിയുടെ കടങ്ങൾ $4.068 ബില്യൺ. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ 666.9% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ കടങ്ങളുടെ ഫലം വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 0 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 19.6 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ മോശമാണ്. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് മൂല്യം ലാഭസൂചകമായി വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$287 മില്യൺ. ഭാവിയിൽ വരുന്ന 12 മാസത്തെ വരുമാനം $251 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 12.4% കുറവാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.1 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 0.9 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 22% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള ഓഹരി വിപണി മൂല്യത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $2,340 മില്യൺ ആണ്.
വരാനിരിക്കുന്ന 12 മാസത്തെ വരുമാനം പ്രവചിച്ചിട്ടില്ല. കമ്പനിയുടെ വിലയ്ക്ക് ഇത് വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 വിൽപ്പന മാർജിൻ -12.3%. ഉപവിഭാഗത്തിൽ ശരാശരി 4.8%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 17.1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0.875%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 10% കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഡ്രാവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് മിക്കവാറും പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ്. ഒരു ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $242,000 ആണ്. ഉപവിഭാഗത്തിന് $221,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 9.5%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം -$26,800 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി $11,300. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 138%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $219,000 ആണ്. ഉപവിഭാഗം പ്രകാരം $235,000. ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 7%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് -0.5 പോയിന്റ്. വിൽപ്പന ഇടപാടുകളുടെ അളവ് 15.9%. ഉപവിഭാഗത്തിന് ശരാശരി 2.5%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ ഒരു വിലയിരുത്തലാണ്. സൂചകം RSI 14 കമ്പനിക്ക് 43% നിലവാരം കാണിക്കുന്നു. ഡ്രാവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് ഉപവിഭാഗത്തിന് RSI ലെവൽ 14 44%. സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾക്ക് ഏകദേശം തുല്യമാണ്. ഡ്രാവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം $15.78 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $20.09 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 27%. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഡ്രാവൻ ബ്രാൻഡ്സ് ഹോൾഡിംഗ്സ് വിവര സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. $15.77 വിലയ്ക്ക് വിൽക്കാൻ ഒരു ഓർഡർ തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യം ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ് നടത്തിയത്. അക്യുമിന്റെ സൂചിക എടുക്കുക. ലാഭം 13.94 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 17.6 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 മെയ് 22 എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം.
ടിക്കർ MGA പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓർഡറുകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ നിലവിലെ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ഗുരു മാർക്കറ്റ്സ്.